ഈ ലോകകപ്പ് തുടങ്ങിയത് മുതൽ ഒരു മലയാളി ശ്രദ്ധേയനാകുന്നുണ്ട്. പക്ഷെ മലയാളിയാണോ എന്നുള്ളതൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത്. ഒരു റാപ്പ് പോലെ ഒരു ബോലത്താരാരുടെ മട്ടിൽ അർജന്റീന അർജന്റീന മെസ്സി മെസ്സി എന്നുള്ള പേരിൽ ഒരു പാട്ടിറങ്ങിയിരുന്നു. മറ്റാരുമല്ല, കാസർഗോഡുകാരൻ മനോജ് കുമാറാണ്. മനോജ് കുമാർ ചേരുകയാണ് ഫുട്ബോളത്തിൽ ബൈജുവിനും. അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അടീന 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 മെസ്സി 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 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഇത്തവണ ഒരു മലയാളി ഒറ്റപ്പാട്ടിലൂടെയാണ് തൂക്കിയത്. നമ്മോടൊപ്പം അദ്ദേഹം തന്നെ ചേരുന്നു. മനോജാണ്, കാസർഗോഡ് സ്വദേശിയാണ്. എന്താണ് ഒരു ഒറ്റപ്പാട്ടിലൂടെ ഈ ഫുട്ബോൾ തൂക്കിയിരിക്കുന്നല്ലോ, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എല്ലാവരോടും ആദ്യം നന്ദിയാണ് പറയുന്നത്. എന്നെ ഏറ്റെടുത്തിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ജനങ്ങളാണ് ഞങ്ങൾക്ക് നന്ദി പറയും. ജനങ്ങളാണ് ഈ പാട്ടിൻ്റെ ഫുള്ള് ഏറ്റെടുത്തത് ജനങ്ങളായതുകൊണ്ട് ജനങ്ങളെ പാട്ടാണിത്. എൻ്റെ പാട്ടല്ല, ഞാൻ ചെയ്തെന്ന് മാത്രം. പക്ഷേ ജനങ്ങളെ ഇനിയും നമുക്ക് നല്ല നല്ല സപ്പോർട്ട് വേണം. ഇത്രയും സപ്പോർട്ട് തന്ന ജനങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എനിക്ക് എങ്ങനെ ഈ മീഡിയ ചെയ്യുന്നതിൽ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയുന്നില്ല. അത്രയും ഏറ്റെടുത്ത് എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. എന്തെങ്കിലും ഇത്രയും സ്നേഹം എല്ലാ ജനങ്ങൾക്ക് എൻ്റെ പാട്ടിന് തന്നല്ലോ. അതുപോലെ ജപ്പാന്, അമേരിക്കയിലും വൈറലായി, പിന്നെ ദുബായിൽ വൈറലായി. എല്ലാം പറയും. ഓരോ രാജ്യത്തും ജപ്പാനും മണിപ്പൂരും ബംഗ്ലാദേശും എല്ലാ സ്ഥലത്തും പറയാൻ പറ്റുന്നില്ല. വേൾഡ് വൈനായി. ഞാൻ എപ്പോഴും പറയും വേൾഡ് ഫേമസ് മനോജ് കുമാറാണ് സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. പിന്നെ ആരും കാണാം അപ്പോൾ അതിലും മെൻ്റൽ എന്ന് പറയുന്നത് അതെല്ലാം ഞാൻ സന്തോഷമായിട്ട് അതിൻ്റെ ആഹാരമായിട്ട് എടുക്കുന്നത്. ഈ നെഗറ്റീവ് വരുന്നെല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്, ഒന്നും നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഇത് അതിലേക്ക് വിശദമായി വരാം. അതിനു മുമ്പ് എന്താണ് അർജന്റീനിയൻ ടീം ഇങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എൻ്റെ വായിൽ ആദ്യം വന്ന അർജന്റീന വന്നു. അതുകൊണ്ട് അർജന്റീനനെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നി. ഞാൻ അപ്പം തന്നെ 1 ചില്ലാനും അധികം ഉണ്ട്. ആ പാട്ട് അധികം ഞാൻ പോസ്റ്റ് ചെയ്യും. പക്ഷെ ആ പകുതി മാത്രം ഞാൻ അതിൽ സെലക്ട് ചെയ്ത് അത്ര മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്ന, ആരും ബയ്യാട്ടൊന്നും പഠിക്കാണ്ട് വെച്ചാൽ ഒരു ടൈക്കിൽ എല്ലാവർക്കും പാടാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഏറ്റെടുത്ത് എല്ലാവരുടെ വായിലും കാറിലും പോകുന്നവരും കുഞ്ഞോളും ട്രാവലും എല്ലാത്തിലും ഈ പാട്ടാണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ, ഒന്നും പറയാനില്ല ഇനി. നമുക്ക് ഇത് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നമ്മളെല്ലാം കേട്ടത്. ഏതായാലും ന്യൂസ് 8ന്റെ പ്രേക്ഷകർക്കായി മനോജ് ഭായി നേരിട്ട് ആ പാട്ടൊന്ന് രണ്ട് പേരും. അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അടീന 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 മെസ്സി 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 അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അടീന 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 മെസ്സി 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 മെസ്സി. ഓക്കെ. ഓഹോ, ഇതിപ്പോ ഈ പാട്ട് ഈ വലിയ ഹിറ്റായി. ആരെങ്കിലും വിളിച്ചിരുന്നോ? അത് കാരണം പാർവതി രൂപത്ത് ഉൾപ്പെടെ ഇതിന് നൃത്തച്ചുവട് വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ആരെങ്കിലും വിളിച്ചിരുന്നോ ഈ ഒരു പ്രഗത്ഭരായ ആൾക്കാർ? പ്രഗത്ഭര് ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഓൾറെഡി ഇവർ ചെയ്തല്ലോ, അതന്നെ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വേൾഡ് കപ്പ് അർജന്റീന ജയിക്കണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം, അല്ലെങ്കിൽ കടുത്ത ആരാധകനാണോ അർജന്റീനയുടെ? എല്ലാവരോടും എനിക്ക് സപ്പോർട്ട് തന്നെയുള്ളൂ. എല്ലാവരും പാട്ടുണ്ടാക്കും. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ 48 പാട്ട് ഒന്നിച്ചുണ്ടാക്കുന്നുണ്ട്. എല്ലാ രാജ്യത്തിൻ്റെ പാട്ട് 48 ഫുട്ബോളിൽ കളിക്കുന്ന രാജ്യത്തിൻ്റെ എല്ലാം പാട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വെയിറ്റിംഗ്. അപ്പോൾ നെയ്മർ, മെസ്സി, റൊണാൾഡോ, എംബപ്പെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൂടുതൽ പാട്ടുകൾ ഇപ്പോൾ കേൾക്കണോ എന്നുള്ള പാട്ടിലൊക്കെ വലിയ ഹിറ്റാണ് നിങ്ങൾ. ഈ പാട്ടല്ലാതെ അതിൻ്റെ ഒരു 2 പേര് കൂടി കേൾക്കണോ പ്രിയ കൂട്ടരെ? എംബപ്പൻ സൂപ്പറാണ്, എംബപ്പൻ സൂപ്പറാണ്. കപ്പ് വേൾഡ് കപ്പ് ഫിഫ കപ്പ് വേൾഡ് കപ്പ് ഫിഫ കളിപ്പ് എംബപ്പൻ സൂപ്പറാണ്, എംബപ്പൻ സൂപ്പറാണ്. കളി കാണാൻ വേണ്ടി കാണികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ടൈമൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ട് പാടാറുണ്ടോ? അങ്ങനെ ഒരു പാട്ടും കൂടെ അങ്ങനത്തെ ഒരു സിനിമ പാട്ട് മതിയില്ലേ? നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവെച്ച് രക്ഷകനെ സംഭാരകനെ, അണ്ണൻ വന്നവനെ നിന്നവനെ, ഭയമേ മാറിപ്പോനി അണ്ണൻ വന്നാൽ കുമ്പിട്ടുന്നില്ലേ, ഇരുട്ടി സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ലി, ഇവനെ തഴുകാനായി എന്നും ജനത്തിരക്ക്, കാലം കടുത്തു വെച്ച സ്വർഗം പോലും അണ്ടർ വേൾഡ്. ഓക്കെ. ഓഹോ,
എന്താണ് ഇങ്ങനെ ഒരു കുറേ കാലമായോ ഈ പാട്ടുമായി രംഗത്ത് വരുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണോ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? താല്പര്യം കൊണ്ട് ഞങ്ങൾക്ക് പല രീതിയിൽ ഡാൻസ് പാട്ട് എല്ലാത്തിലും താല്പര്യം. ഞങ്ങൾക്ക് എന്തെല്ലാം താല്പര്യം തോന്നുന്നു അതെല്ലാം ഞാൻ ചെയ്യും. എല്ലാത്തിലും താല്പര്യം കൊണ്ട് അതിനെ ഞാൻ ആഹാരമാക്കിയിട്ട് ഞാൻ സമയം കണ്ടെത്തിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ വൈറലായി ശരിയാണ്, പക്ഷെ അതേ സമയത്ത് തന്നെ താങ്കളെ എതിർക്കുന്ന വലിയൊരു വിഭാഗവും രംഗത്ത് വരുന്ന കാണുന്നുണ്ട്. അതെന്ത് പറഞ്ഞാൽ അവർ ആ നെഗറ്റീവിൽ എന്നെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നല്ലോ. ആ സപ്പോർട്ടിനാണ് താങ്ക് യു പറയുന്നത്. അതാണ് ഞാൻ അതിൽ എടുത്തതാണ്. ഇനിയും അതിനെ നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വീണ്ടും വീണ്ടും അങ്ങോട്ട് ഷെയർ ആക്കിക്കൊണ്ട് ഇരിക്കും. അതെ, ശരി. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഒരു പാട്ടും കൂടെ പ്രേക്ഷകർക്കായി. ബ്രസീല് ബ്രസീല് നെയ്മാറേ നെയ്മാറേ ബ്രസീല് ബ്രസീല് നെയ്മാറേ നെയ്മാറേ അങ്ങോട്ട് പോകുന്നു നെയ്മാറേ നെയ്മാറേ ബ്രസീല് ബ്രസീല് നെയ്മാറേ നെയ്മാറേ. പറങ്കിപ്പടിയുടെ നായകനായി CR ഉണ്ട് മുന്നിൽ. പറങ്കി ഫാൻസിന് സന്തോഷിക്കാൻ ടീമും മൊത്തം സെറ്റാ. മതി. ഇനിയിപ്പോൾ എന്താണ് കാര്യമായിട്ട് ആഗ്രഹം? എനിക്കൊരു 5 കാര്യമുണ്ട്. 4 പറഞ്ഞാൽ ഒന്ന് എൻ്റെ എപ്പോഴും പിക്ചറാണ്. ഞാൻ കുറേ വർഷങ്ങളായി. ഒന്ന് മുഖ്യമന്ത്രി നമ്മളെ സ്റ്റേറ്റിലത്തെ VD സതീശൻ സാറിന്, പിന്നെ പ്രധാനമന്ത്രിനെ കാണണം പറഞ്ഞു നരേന്ദ്രമോദി സാറിന്, പിന്നെ അതുപോലെ തന്നെ ലാലേട്ടനെ, പിന്നെ മെസ്സിനെ മെയിനായിട്ട് കാണണം. അപ്പോൾ എന്നെ ഇത്രയും ഏറ്റെടുത്തത് ജനങ്ങൾ മെസ്സിനെ ഇഷ്ടപ്പെടുന്നു. എന്നെ ഇഷ്ടപ്പെട്ടതിലും മെസ്സി എന്തായാലും കാണണം. പിന്നെ 5ാമത്തെ കാര്യം ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ആഗ്രഹം. ഇപ്പോൾ നമ്മളിപ്പോൾ അർജന്റീനിയൻ ടീമിനെയാണ് ഇപ്പോൾ പാട്ട് ഹിറ്റായിട്ടുള്ളത്. ആര് കപ്പ് തൂക്കുന്നാണ് മനോജ് ഭായ് പറയുന്നത്? അർജന്റീന തന്നെ ജയിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അർജന്റീന ജയിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും കത്തും. അർജന്റീന ജയിക്കണം, എല്ലാം ടീം ജയിക്കണം അല്ലേ, എല്ലാം ജയിക്കുമല്ലോ. പക്ഷെ അർജന്റീനയും ജയിക്കണം, പോർച്ചുഗലും ജയിക്കണം, ബ്രസീൽ ജയിക്കണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരുപോലെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നെയ്മർ, മെസ്സി, റൊണാൾഡോ, എംബാപ്പെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമുക്ക് ഈ ഫുട്ബോൾ അല്ലാതെ മറ്റേതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 വരി പ്രേക്ഷകർക്കായി. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു പാട്ട്, ആദ്യം വൈറലായ ഒരു പാട്ടുണ്ട്, അത് 2 പേര് പാടാം. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. കണ്ടിനാ കേട്ടിനാ മിണ്ടിനാ പോയിനാ പറഞ്ഞിനാ വന്നിനാ തിന്നിനാ. മൊബൈൽ നോക്കിനാ മൊബൈൽ കണ്ടിനാ മൊബൈൽ തിന്നിനാ. വാട്സപ്പ് നോക്കിനാ വാട്സപ്പ് കണ്ടിനാ. ഫേസ്ബുക്ക് നോക്കിനാ ബസ്സിലേ പോയിനാ കാറിലെ വന്നിനാ ആന. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അവസാനമായി ഒരു ന്യൂസ് 18 ഫുട്ബോളം പരിപാടിക്ക് ഡെഡിക്കേഷനായിട്ട് ഒരു പാട്ട് മനോജ് ഭായ്. കേൾക്കണോ പ്രിയ കൂട്ടരെ, ന്യൂസ് 18 സൂപ്പറാണ്, എൽദയും സൂപ്പറാണ്, ഫുട്ബോളും സൂപ്പറാണ്, ന്യൂസ് 18 സൂപ്പറാണ്. ക്യാമറമാനും ക്യാമറയും നമ്മുടെ പിടിക്കുന്ന ആള് സൂപ്പറാണ്, ക്യാമറ എടുക്കുന്ന ആളും സൂപ്പറാണ്. കേൾക്കണോ പ്രിയ കൂട്ടരെ, ന്യൂസ് 18 സൂപ്പറാണ്, എൽദയും സൂപ്പറാണ്, ഫുട്ബോളും സൂപ്പറാണ്, എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ. ഓഹോ, എന്തായാലും ഒറ്റ പാട്ട് കൊണ്ട് തന്നെ മനോജ് ഭായ് ഇപ്പോൾ വലിയ മില്യൺ വ്യൂവേഴ്സിലേക്കാണ് എത്തിയത്. ഈ മേഖലയിൽ തന്നെ സജീവമായി പുതിയ പാട്ടുകളുമായി രംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് മനോജ് ഭായിയുടെ തീരുമാനം. അതോടൊപ്പം പുതിയ പാട്ടുകൾ അദ്ദേഹം ഇപ്പോൾ അണിയറയിലാണ്, അതും ഉടൻ പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18.